ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണ്. ഇന്നൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കണം ഞാൻ കുറേ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തു. വെറൈറ്റി ഒന്നുമില്ല ഗേസ്, ഈ അരി റേഷൻ കടയിൽ കിട്ടുന്ന അരിയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇതാരും കഴിക്കില്ല. അപ്പം ഞാൻ കരുതി ഇത് വെച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കണം, എല്ലാവരെയും കൊണ്ട് കഴിപ്പിക്കണം. അപ്പം ഞാൻ തക്കാളി ചോറ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ടൊമാറ്റോ, ജിഞ്ചർ, ഗാർലിക്, അങ്ങനത്തെ കുറേ സാധനം വേണം. അപ്പോൾ നമുക്ക് അതൊക്കെ ഫസ്റ്റ് കുഞ്ഞുകുഞ്ഞ് അരിയണം. എന്നെ കൊണ്ട് പറ്റും പോലെ അരിയും, കാരണം ഞാൻ കട്ടിങ്ങിൽ വളരെ വീക്കാണ്. പക്ഷേ ഷേപ്പ് ഒന്നും ഇരിക്കും, എങ്ങനെയെങ്കിലും അരിഞ്ഞെടുക്കും. പിന്നെ നമുക്ക് റൈസിലോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് നെയ്യും കൂടിയിട്ട് ഇത് കുക്കറിലിട്ട് നമുക്ക് വിസിൽ ഏൽപ്പിച്ചെടുപ്പിച്ചാൽ മതി. അതിനൊരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ, പിന്നെ ജിഞ്ചർ ഗാർലിക്കും, പിന്നെ പച്ചമുളക്, പിന്നെ അത് കഴിഞ്ഞ് സവാള അത് നന്നായിട്ട് കുഞ്ഞുകുഞ്ഞ് അരിഞ്ഞ വേണം. ഞാൻ തന്നെ അരിഞ്ഞ വേണം കേട്ടോ, അത്ര ഭംഗിയൊന്നും കാണില്ല. പിന്നെ ടൊമാറ്റോ 2 ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 10 മിനിറ്റെങ്കിലും മിക്സ് ചെയ്തു. പിന്നെ അതിനൊരു സോയ ചങ്ക്സ്, ഇതാണ് മെയിൻ ഐറ്റം. ഇതിൽ നിന്നാണ് ടേസ്റ്റ് വ്യത്യസ്തമാക്കുന്നത്. പിന്നെ നമുക്കാണെങ്കിൽ മല്ലിയില, പിന്നെ പൊടികളാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഈ പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് മറക്കാതെ സാൽട്ട് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വഹിച്ച് കൊള്ളില്ല ഗേസ്. അപ്പോൾ അതും ആഡ് ചെയ്ത് നമ്മൾ വെന്ത ആ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് പാകത്തിന് വേണ്ടി സംഭവം നല്ല ലുക്കും ഉണ്ട്, നല്ല മണവും ഉണ്ട്. ടേസ്റ്റ് നമുക്ക് കഴിച്ചു നോക്കാം. അപ്പം തൈരും കൂടെ വെക്കുമ്പോൾ പൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്, പക്ഷേ അധികം എക്സ്പ്രഷനൊന്നുമില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതല്ല എന്താ, അപ്പോൾ അടിപൊളിയാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക.